സമ്മിശ്രമായ ഒരു വികാരത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ ഗംഭീര ഡാൻസായിരുന്നു, ഒരു പ്രൊഫഷണൽ ടച്ച്. ഇവിടുത്തെ വിദ്യാർത്ഥികളാണ് ഇത് അവതരിപ്പിക്കുന്നത് തോന്നില്ല, അത്ര ഗംഭീരമായൊരു ഡാൻസ് കണ്ടുകൊണ്ടാണ് ഇങ്ങോട്ട് കടന്നു വന്നത്. അത് കഴിഞ്ഞ് ഗംഭീരമായൊരു പാട്ട്, അങ്ങനെ നല്ലൊരു വളരെ എന്താ പറയുക മനസ്സിങ്ങനെ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. ഉദ്ഘാടനത്തിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മൾ ആ സ്ലൈഡ് വന്നപ്പോൾ എന്തൊക്കെയോ കുറേ സങ്കടങ്ങൾ ഇങ്ങനെ മനസ്സിലൂടെ കടന്നുപോയി. പക്ഷെ ഒക്കേഷനിൽ ഞങ്ങൾ ചിന്തിക്കുകയാണ്, ഈ ഉദ്ഘാടകന്മാരൊക്കെ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ അവരവരുടെ പ്രസംഗം പറഞ്ഞ എന്താണോ പറയാനുള്ളത് അത് പറഞ്ഞങ്ങ് പോവാണ് സാധാരണ. സന്ദർഭോചിതമായിക്കൊണ്ട് ഈ ഒരു ചടങ്ങിന് എന്താണോ വേണ്ടത് അതിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി നമ്മുടെ ഉദ്ഘാടകയായ നവ്യ നായർക്ക് സാധിച്ചു എന്ന് പറയുന്നത് ഏറ്റവും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു ഇന്നെനിക്ക് വല്ലാതെ ഫീൽ ചെയ്തൊരു സംഭവം. മാത്രമല്ല എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ വലിയ ഭാഗ്യവാന്മാരാണ്. മനുഷ്യപ്പറ്റുള്ള ഹൃദയത്തിൽ ഇപ്പോഴും ആ വിദ്യാർത്ഥിയെക്കുറിച്ച് ഓർക്കുമ്പോൾ കണ്ണ് നിറയുന്ന, ഫാത്തിമ തസ്കിയെക്കുറിച്ച് ഓർക്കുമ്പോൾ കണ്ണ് നിറയുന്ന, നിങ്ങൾ ഇങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഈ ഒരു അധ്യാപകൻ്റെ കീഴിൽ പഠിക്കാൻ കഴിഞ്ഞത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമാണെന്ന് മനസ്സിലാക്കുക. എല്ലാവരും പറഞ്ഞതുപോലെ ഒരുപാട് പ്രയാസങ്ങൾ നമ്മുടെ മുന്നിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ രംഗത്തൊക്കെ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ കണ്ടു നിൽക്കുമ്പോൾ അവിടെ കൃത്യമായി അടയാളപ്പെടുത്താൻ ഈ ഒരു രണ്ടക്ഷരം ജെ പി ക്ലാസ്സസ് എന്ന് പറയുന്ന രണ്ടക്ഷരത്തിന് സാധിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. മറ്റു സ്ഥാപനങ്ങളൊന്നും മോശമാക്കാനോ അവരൊക്കെ ഏതെങ്കിലും അർത്ഥതലങ്ങളിൽ മോശക്കാരാണെന്ന് പറയാൻ ഞാൻ തയ്യാറില്ല. പക്ഷെ അവരിൽ മികച്ചതായി നിൽക്കാൻ JPSന് കഴിയുന്നത് ഇങ്ങനെ മനുഷ്യത്വം ഉള്ളിലുള്ള ഒരു പറ്റം അധ്യാപകർ നിങ്ങളുടെ മുന്നിലുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. കാരണം നമ്മളൊക്കെ പാഠപുസ്തകങ്ങളിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ പഠിക്കും, ലോകത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നും നാട്ടറിവായിട്ട് പലതും പഠിക്കും. തോണിക്കാരനെ കുട്ടികൾ കളിയാക്കിയ ഒരു കഥ പറയുന്നുണ്ട്. തോണിക്കാരനെ കുട്ടികൾ ചോദിച്ചു, അത്ര തോണി ഇങ്ങനെ തുഴഞ്ഞ് പ്രായമായിട്ടുള്ളൊരു മനുഷ്യനാണ്, അദ്ദേഹത്തിനോട് കുട്ടികൾ ചോദിച്ചു, അത്ര ഫിസിക്സ് പഠിച്ചിട്ടുണ്ടോ? തോണിക്കാരൻ പറഞ്ഞു, മോനെ പഠിക്കുന്ന കാലത്ത് ഇതിനൊന്നും ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല, സാമ്പത്തികപരമായിട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു, അത് പഠിച്ചിട്ടില്ല. കുട്ടികൾ പറഞ്ഞ് ജീവിതത്തിൻ്റെ 10% പോയല്ലോ തോണിക്കാരൻ. അടുത്ത ചോദ്യം കെമിസ്ട്രിയാണ്. ഞാൻ സമയമില്ലാത്തതിനോട് ചുരുക്കുക. 9 വിഷയം ചോദിച്ചു, 9 വിഷയവും പറഞ്ഞപ്പോൾ ഈ മനുഷ്യൻ ഇതൊന്നും പഠിച്ചിട്ടില്ല. കുട്ടികളെ കളിയാക്കിയിട്ട് പറഞ്ഞ് 90% പോയല്ലോ തോണിക്കാരാണ്. പെട്ടെന്നാണ് മാനം കറുത്തത്, കാറ്റ് വീശിയത്, ഓളങ്ങൾ തിരമാലകൾ ഉണ്ടായത്, മഴ പെയ്തത്, ശക്തമായ മഴയിൽ തോണി ആടി ഉലഞ്ഞത്. തോണിക്കാരൻ തിരിച്ച് അങ്ങോട്ടൊരു ചോദ്യം ചോദിച്ചു, നീന്തൽ പഠിച്ചിട്ടുണ്ടോ? ഇയാൾ ആർത്തട്ടഹസിച്ചിട്ട് പറഞ്ഞു, നീന്തൽ പഠിച്ചിട്ടില്ല തോണിക്കാരാന്ന് പറഞ്ഞു. തോണിക്കാരൻ പറഞ്ഞു, എന്നാ ജീവിതത്തിൻ്റെ 100% പോകല്ല മക്കളെ എന്ന് പറഞ്ഞു. നമ്മൾ ഈ പഠിക്കുന്നതിന് കൂടെ പ്രായോഗികമായ പല കാര്യങ്ങളും പഠിക്കണം. ആ പ്രായോഗികതയിൽ ഏറ്റവും മുന്നിൽ നിൽക്കേണ്ടത് മനുഷ്യത്വം എന്ന് പറയുന്ന, ഇന്ന് കുറഞ്ഞു കാണുന്ന, മൊബൈൽ കൊടുക്കാത്തപ്പോൾ ഉമ്മയുടെ കഴുത്തിൽ കത്തിവെക്കുന്ന പുതിയൊരു കൾച്ചർ വരുമ്പോൾ നമ്മൾ ഈ സംസ്കാരം കൃത്യമായിട്ട് പഠിപ്പിച്ചേ മതിയാവും. മനുഷ്യനായി കാണാൻ കഴിയുന്ന, മറ്റു ജീവജാലങ്ങളോട് സ്നേഹത്തോടുകൂടി പ്രവർത്തിക്കുക കഴിയുന്ന പുസ്തകത്തിലെല്ലാം ഉണ്ട്. പുലി പിടിച്ച ഒരാളോട് ചോദിച്ചു, പുലി പിടിച്ച ഒരാളോട് ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട്, രക്ഷപ്പെട്ടപ്പോൾ അയാളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കറിയില്ലേ പുലിയെയും നായയെന്ന് കണ്ടാൽ ഓടാൻ പാടില്ല, നമ്മളിങ്ങനെ നിൽക്കണം എന്നറിയില്ലേന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട് അങ്ങനെ ഓടാൻ പാടില്ല, പുസ്തകത്തിൽ വായിച്ച മാതിരി ഞാൻ അവിടെ നിന്നിട്ടുണ്ട്, ഞാനല്ലേ പുസ്തകം വായിച്ചിട്ടുള്ളൂ, പുലി വായിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. പരിപ്പായി കഴിഞ്ഞു വന്നിട്ട്. അതേമാതിരി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പുസ്തകത്തിൽ പഠിക്കുമ്പോൾ അത് പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരാം. 2 ഗ്ലാസ് എടുത്തു, 2 ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ്സിൽ വെള്ളവും മറ്റൊരു ഗ്ലാസ്സിൽ കള്ളും എടുത്തു. അധ്യാപകൻ 2ലും ഓരോ വിരകളെ ഇട്ടു, 2 വിരകളിട്ടു. ഒന്ന് കള്ളു കുടിച്ച് പെട്ടെന്ന് ചത്തുപോയി, മറ്റത് അതിലിങ്ങനെ ഓടിക്കളിച്ചു. അധ്യാപകൻ കുട്ടികളോട് ചോദിച്ചു, ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? കുട്ടികൾ പറഞ്ഞു, കള്ളു കുടിക്കണം എന്ന് മനസ്സിലാക്കാം. അധ്യാപകൻ ഞെട്ടിപ്പോയി.
അപ്പോൾ കുട്ടിയോട് മറുപടി ചോദിച്ചവൻ പറഞ്ഞ് നമ്മുടെ വയറ്റിൽ ഇമാതിരി സാധനമൊക്കെ ഉണ്ടാവുമല്ലോ, നമ്മളിത് കുടിച്ചാൽ അതൊക്കെ ക്ലിയറാവും. എന്താണെന്ന് മനസ്സിലാക്കാനുള്ള നമ്മുടെ തിരിച്ചറിവ് കൂടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാവണം. ഞാൻ അതിൽ അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കുന്നു, അതിന് നിങ്ങളുടെ മുന്നിൽ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന അധ്യാപകരാണുള്ളത്. നേരത്തെ നമ്മുടെ ഉദ്ഘാടക പറഞ്ഞതുപോലെ ഓരോ ടീച്ചേഴ്സിന് വേണ്ടി നിങ്ങളടിച്ച കൈകൾ, ആ കൈകളുടെ അടിയിലും ഒരു സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ജീവിതത്തിലുടനീളം നിങ്ങൾക്ക് വ്യക്തിപരമായി, നമ്മുടെ മാതാപിതാക്കൾക്ക്, നമ്മുടെ നാടിന് ഒക്കെ നന്മയുള്ള പ്രിയപ്പെട്ട മക്കളായി മാറാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നേരത്തെ വിജയികളായവർക്ക് ഇനി വിജയികളാവാനിരിക്കുന്നവർക്കൊക്കെ നന്മകൾ നേരുന്നു. ഒപ്പം പ്രിയപ്പെട്ട ഫാത്തിമ തസ്കിയയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ശിരസ് കുനിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാ നന്മകളും ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.